പ്രിയപ്പെട്ട കുട്ടികൾ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവർത്തനത്തെക്കുറിച്ചും വിവർത്തനത്തിൻ്റെ രീതികളും കുറച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. എന്നിട്ട് നമ്മൾ ബഷീറിൻ്റെ ഒരു കൃതിയെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ലേഖനവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ വ്യാജ സൂചനകൾ എന്നൊരു വിവർത്തന കവിത കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഈ വിവർത്തനത്തിൻ്റെ ആ ഒരു ഭാഗത്ത്. അപ്പം നമുക്കിനി ആ കവിതയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എഴുത്തുകാരനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വപ്രസിദ്ധ സൂഫിയും ഇലാഹി അനുരാഗത്തിൻ്റെ ആത്മാവറിഞ്ഞ അപൂർവ ജ്ഞാനികളിൽ ഒരാളുമാണ് മൗലാന ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1207 മുതൽ 1273 വരെയാണ്. 13-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കവിയും സൂഫി സന്യാസിയുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലെ ബാൽഖ് പ്രവിശ്യയിലാണ് ഏറിയ പങ്കുവന്ന് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, റോമ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്ന പ്രദേശത്ത് കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് റൂമി എന്ന വിശേഷണ നാമത്തിൽ അറിയപ്പെട്ടതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ, അധ്യാപനങ്ങൾ അത് വിശ്വോത്തരവും ഒട്ടനേകം ലോകഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്യപ്പെട്ടവയാണ്. അപ്പം മക്കയിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് ശേഷം 1228 കുടുംബം കോന്യയിൽ താമസമുറപ്പിച്ചു. 1238 തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് അലേപ്പോയിലും ദമസ്കസിലുമായിട്ട് ജലാലുദ്ദീൻ പഠനം നടത്തിയതും. അപ്പോൾ 1840 കോന്യയിൽ തിരിച്ചെത്തി. 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രശസ്തനായ സൂഫി മുഹമ്മദ് ഷംസ് തബ്രീസിയുടെ ശിക്ഷണത്തിലായി. അപ്പോൾ 1247 തബ്രീസി കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ ദുഃഖിതനായിട്ടുള്ള റൂമി ഭൗതിക ലോകത്തോട് വിട പറയുകയാണ്. എന്നിട്ട് ധ്യാനത്തിൽ മുഴുകി. ഈ ധ്യാനകാലത്താണ് അദ്ദേഹത്തിൻ്റെ മഹത് രചനയായ മസ്നവി എ മാനവി രചിക്കപ്പെട്ടതും. 1273 66-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുകയും സ്വന്തം പിതാവിൻ്റെ ഖബറിനടുത്ത് മറ ചെയ്യപ്പെടുകയും ചെയ്തു. ആ ഒരു ശവകുടീരം, ഹരിത ശവകുടീരം എന്നറിയപ്പെടുന്ന പ്രൗഢിയാർന്ന ഒരു കുടീരം ഇന്നും അവിടെ നിലകൊള്ളുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളെ നോക്കാം. മസ്നവി എന്ന പരക്കറിയപ്പെടുന്ന മസ്നവി എ മാനവിയാണ് റൂമി കൃതികളിൽ ഏറ്റവും വിഖ്യാതമായിട്ടുള്ളത്. അപ്പോൾ ആത്മീയ ജ്ഞാന ഈരടികൾ എന്നാണ് പേരിൻ്റെ അർത്ഥം. 54-ാം വയസ്സിൽ അദ്ദേഹം ആരംഭിച്ച ഈ രചന മരണം വരെയും തുടർന്നിരുന്നു എന്നാണ്. അപ്പോൾ 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഈ കൃതിയുടെ അവസാന ഭാഗം അപൂർണമാണ്. ഖുർആൻ, ഹദീസ്, ബൈബിൾ, ഈസോപ്പ് കഥകൾ, പഞ്ചതന്ത്രം തുടങ്ങിയ വൈവിധ്യമാർന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള കഥകളും സംഭവങ്ങളും സാരോപദേശം നൽകാനായി പുനർനിർമ്മിച്ചുകൊണ്ടുള്ള ഒരു അപൂർവ ശൈലിയാണ് മസ്നവിയിൽ കാണുന്നത്. 50,000-ഓളം വരികളുള്ള മസ്നവിയെ മാനവി പേർഷ്യൻ, ഒട്ടോമൻ സാഹിത്യത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന മസ്നവി പദ്യശൈലിയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 424 കഥകൾ ദൈവവുമായിട്ടുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണത്തെ വരച്ചു കാട്ടുന്നതും പേർഷ്യൻ സാഹിത്യത്തിലെയും സൂഫിയിലെയും ഏറ്റവും മികച്ചതും സ്വാധീനിക്കപ്പെട്ടതുമായ കാവ്യങ്ങളെ ഒന്നായിട്ട് കണക്കാക്കുന്നു. മറ്റൊരു കൃതിയാണ് ദിവാൻ എ ഷംസ് എന്നും ദിവാൻ എ കബീർ എന്നറിയപ്പെടുന്ന ദിവാൻ എ ഷംസ തബ്രേസി എന്ന പേർഷ്യൻ മഹാകാവ്യവുമാണ് റൂമിയുടെ മറ്റൊരു പദ്യകൃതി. അപ്പോൾ ഗുരുവും സുഹൃത്തുമായിട്ടുള്ള ഷംസ് തബ്രേസിയുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഈ കാവ്യം പക്ഷേ ഒരു സ്മരണിക കാവ്യമല്ല. 40,000-ലേറെ വരികളാണ് ഇതിലുള്ളത്. മറ്റൊന്നാണ് ഫിഖി മാഫി റൂമിയുടെ 70 പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. അപ്പോൾ വിവിധ കാലങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള പ്രഭാഷണങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരായിരുന്നെങ്കിലും അവരും റൂമി കൃത്യമായി ഗണിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് സഭാ മജാലിസ്, 7 പ്രഭാഷണങ്ങൾ. ഖുർആൻ്റെയും ഹദീസുകളുടെയും ആന്തരിക ജ്ഞാനം ഈ പ്രഭാഷണങ്ങളിലൂടെ റൂമി വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്നാണ് മക്കാത്തേബ്. റൂമി തൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ശിഷ്യന്മാർക്കും ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അയച്ചിരുന്ന കത്തുകളുടെ സമാഹാരമാണ് മക്കാത്തീബ് എന്ന ആ ഒരു കൃതിയും. ഇനി റൂമിയുടെ ആത്മീയ ഈരടികൾ എന്നറിയപ്പെടുന്ന മസ്നവി എ മാനവി എന്ന കൃതിയാണ് ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും പ്രശസ്തമായത്. ദിവാൻ എ കബീർ എന്ന കൃതിയും പ്രശസ്തമാണ്. സൂഫിസത്തിൻ്റെയോ ഇസ്ലാമിൻ്റെയോ മറ്റേതെങ്കിലും മതത്തിൻ്റെയോ മാത്രം വീക്ഷണം പുലർത്തുന്നതല്ല റൂമിയുടെ ലോകം. അത് വിശ്വസ്നേഹത്തിലും
ഏകദൈവത്തിൻ്റെ അനന്യതയിലും ഊന്നിയിട്ടുള്ളതാണ്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ വായിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാവുന്നതുമാണ്. അപ്പോൾ 1207 അഫ്ഗാനിസ്ഥാനിലെ ബൽഖ് പ്രദേശത്ത് ജനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിതാവ് ആദരിക്കപ്പെടുന്ന സൂഫി പണ്ഡിതനായിരുന്ന ബഹാവുദ്ദീൻ വലദ് അബൂബക്കർ സിദ്ദീഖിൻ്റെ പിൻതലമുറയിൽ പെട്ടതാണ് റൂമി എന്നും ചില ചരിത്രങ്ങളിൽ കാണാമെങ്കിലും ആധുനിക ചരിത്രകാരന്മാർ അത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ അവസരത്തിലാണ് അത്തർ എന്ന വിഖ്യാത സൂഫി കവിയെ നിഷാപൂർ പട്ടണത്തിൽ വെച്ച് റൂമി കണ്ടുമുട്ടുന്നതും. അപ്പോൾ സൂഫി പാതയിൽ ആകൃഷ്ടനാകുന്നതും ഈ കൂടിക്കാഴ്ച റൂമിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് ഗണിക്കപ്പെടുന്നു. അപ്പോൾ റൂമി എന്തിനൊക്കെയാണ് എതിർത്തുന്നത്? അടിമത്വം, ബഹുഭാര്യത്വം, അതിനെയൊക്കെ എതിർക്കുകയാണ് ചെയ്തത്. സ്ത്രീകൾക്ക് മതസാമൂഹിക ജീവിതത്തിൽ ഉയർന്ന സ്ഥാനമാണ് അദ്ദേഹം കൽപ്പിച്ചത്. സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും എല്ലാ രൂപങ്ങളെയും അവയുടെ ഉറവിടം നോക്കാതെ പിന്തുടരാനും സ്നേഹമുള്ളവരും പരസ്പര ബഹുമാനമുള്ളവരും ദാനശീലരും ആയിരിക്കുന്നതിനും അദ്ദേഹം തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തു. റൂമിയുടെ ചിന്തകൾ തികഞ്ഞ മതവിദ്വേഷിയായിരുന്ന തുർക്കി പ്രസിഡന്റ് കമാൽ അത്താതുർക്കിനെ വരെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റൂമിയുടെ ചിന്തകളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മൗലവി ദൈവവീക്ഷണം പരമ്പരാഗത അറബി ദൈവവിശ്വാസത്തിൻ്റെ മൗലിക ചട്ടക്കൂടിൽ നിന്നും അയഞ്ഞതും തുർക്കികൾക്ക് ചേർന്നതുമാണെന്നതായിരുന്നു. എന്നിരുന്നാലും 1925 മൗലവികളുടേതടക്കമുള്ള സൂഫി ആശ്രമങ്ങൾ അടച്ചുപൂട്ടാൻ കമാൽ മടിച്ചില്ല. പിന്നീട് 1957 ചരിത്ര പാരമ്പര്യം നിലനിർത്താൻ ഒരു സാംസ്കാരിക സംഘടനയായി പ്രവർത്തിക്കാൻ മൗലവികൾക്ക് സർക്കാർ അനുവാദം നൽകിയതും. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ കവിതയാണ് വ്യാജ സൂചനകൾ. എഴുതിയത് മൗലാന ജലാലുദ്ദീൻ റൂമിയാണ്. അപ്പോൾ കവിത എങ്ങനെയാണ്? മായാവികളെ പോലെ ലോകം നിനക്ക് വ്യാജ സൂചനകൾ നൽകി. അവയൊന്നും നീ പക്ഷേ കാര്യമാക്കിയില്ല. നീ സൂചനകൾക്കതീതനായി. പിന്നെ നീ സൂര്യനായി. നീ എന്താണ് കിരീടം ചൂടാത്തത്? എന്തിനാണ് നീ ആത്മാവിലേക്ക് നോക്കുന്നത്? നീ ആത്മാവിലേക്ക് പോയി കഴിഞ്ഞല്ലോ ഹൃദയമേ നീ. അപ്പം ഇങ്ങനെയാണ് മായാവികളെ പോലെ അല്ലേ, ഒരു മായാ കാഴ്ചകളാണ്. മായാവികളെ പോലെ ഈ ലോകം നിനക്ക് അപകടമായിട്ടുള്ള സൂചനകളെല്ലാം നൽകി അല്ലേ, തെറ്റായ വ്യാജ സൂചനകളെല്ലാം നൽകിയിരുന്നു. അവയൊന്നും പക്ഷെ എന്താണ് നീ കാര്യമായി എടുത്തതേയില്ല. പിന്നെയോ ആ സൂചനകൾക്കെല്ലാം അതീതനായി തീരുകയാണ് നീ ചെയ്തതും. പിന്നെ എന്തായി? നീ സൂര്യനായി. എന്നിട്ട് നീ എന്താണ് കിരീടം ചൂടാതെ പോയത്? എന്തിനാണ് നീ ആത്മാവിലേക്ക് നോക്കുന്നത്? നീ എവിടേക്കാണ്? ആത്മാവിലേക്ക് പോയി കഴിഞ്ഞു. ഇനി നീ എന്തിനാണ് ആത്മാവിലേക്ക് നോക്കുന്നത്? ഹൃദയമേ നീ. എന്തൊരത്ഭുത പതംഗമാണ്. കവചങ്ങൾക്ക് സമാനമായ ഇരുപക്ഷങ്ങളിൽ നീ പറന്നുയർന്നു. അപ്പോൾ എന്ത് അത്ഭുത പതംഗമാണ്. കവചങ്ങൾക്ക് അല്ലേ, ചട്ടക്കൂടുകൾക്ക് സമാനമായ ഇരുപക്ഷങ്ങളിൽ അല്ലേ നീ പറന്നുയർന്നു. പനിനീർ പുഷ്പം ശരത്കാലത്തിൽ അപ്രത്യക്ഷമാവുന്നു. നീ എന്തൊരു സുധീര പുഷ്പമാണ്. ശരത്കാലമൊരുത്തനൊപ്പം നീ ചുറ്റി നടക്കാൻ പോയി. ലോകത്തിൻ്റെ മേൽക്കൂരയിൽ നീ മഴയായി പെയ്തു. വാക്കുകളുടെ നൊമ്പരത്തിൽ നിന്നൊഴിഞ്ഞ് നിശബ്ദമായിരിക്കുക. ഇത്രയും സ്നേഹവായ്പുള്ള മിത്രത്തിൽ അഭയം തേടിയ നീ ഉറങ്ങാതിരിക്കുക. അപ്പം എങ്ങനെയൊക്കെയാണ് ശരത്കാലഘട്ടത്തിൽ അപ്രത്യക്ഷമാകുന്ന പനിനീർ പൂവും അങ്ങനെ നീ എന്തൊരു സുധീര പുഷ്പമാണ് അല്ലേ. ശരത്കാലം എന്താണ്? ഒരുത്തനൊപ്പം നീ ചുറ്റാൻ പോയി. പക്ഷെ ലോകത്തിൻ്റെ ഈ മേൽക്കൂരയിൽ നീ മഴയായും പെയ്തു. വാക്കുകളുടെ നൊമ്പരത്തിൽ നിന്നൊഴിഞ്ഞ് എന്താണ് നീ നിശബ്ദമായിരിക്കുക. ഇത്രയും സ്നേഹവായ്പുള്ള മിത്രത്തിൽ അല്ലേ, ഒരു മിത്രമാണ്. ആ മിത്രത്തിൽ നീ അഭയം തേടി. എങ്കിലും നീ എന്താണ് ഉറങ്ങാതിരിക്കുക. എപ്പോഴും എന്താണ് ഉണർന്നിരിക്കുക. ലോകം നിനക്ക് ഒരുപാട് വ്യാജ സൂചനകൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന ആ ഒരു തിരിച്ചറിവ് കൂടിയാണ് ഇതിൽ കവി പറയുന്നതും.